ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രണവ് മോഹൻലാലിന്റെ ഏത് സിനിമ കാണാൻ വന്നിരിക്കുന്നത്? പറയുകയാ. ഈ പടം നാളെയാണ് റിലീസ്. നമുക്ക് ഇന്ന് അതിൻ്റെ പ്രീമിയർ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയാണ്. ഒക്ടോബർ 31 ഒക്ടോബർ 30 തന്നെ നമുക്ക് എൻ്റെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടി. നമ്മൾ പടം കാണാൻ പോവാണ്. ഈ പടം കാണുന്നതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെയാണ്. അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ. ആളുടെ ഭൂതകാലത്തിൻ്റെ പടം കണ്ട ആൾ മുതൽ അതിൻ്റെ ഒരു ഫാനായി മാറിയ ആൾക്കാരെ ഞങ്ങൾ കണ്ടുവരും. ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന ടൈം പോലും ഈ പടം കാണാൻ എങ്ങനെ ഫസ്റ്റ് എത്ര എവിടെയായാലും കാണണം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം ഇപ്പോൾ കിട്ടിയേക്കാണ്. എന്നാലും ഇപ്പോൾ ആ മൂവിയുടെ റിവ്യൂ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഹലോ ഗൈസ്, ഒക്കെ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങിയൊക്കെയാണ്. എൻ്റെ പൊന്നോ പറയുക ഒന്നും പറയാനില്ല പൊന്നു മോനെ. പകുതി ലാസ്റ്റ് അവസാന സീനുകളൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫുള്ള് കണ്ണടച്ചിട്ട് ഇരിക്കുകയായിരുന്നു. വേറെ ലെവല് മേക്കിങ്. അതെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഫിലിമോഗ്രഫി എല്ലാം സംവിധായകൻ്റെ ഒരു പക്ക ഒരു കഴിവ് അതിനകത്ത് കണ്ടിട്ട്. ഭൂതകാലം ഇഷ്ടപ്പെട്ടവരൊന്നും ഒന്നും കൊണ്ട് ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുക്കുക, തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഭൂതകാലത്തിൻ്റെ അപ്പുറം ഇതാക്കി വെച്ചിട്ടുണ്ട്, ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രണവിനൊക്കെ കണ്ടല്ലോ, നമ്മളിപ്പോൾ എത്ര സിനിമകൾ പ്രണവിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഔട്ട്പുട്ട് അല്ലേ പ്രണവിന് പ്രാവശ്യം ഈ ഫിലിമിന് കൊടുത്തേക്കണേ. വേറൊരു ആളായിട്ട് പുതിയൊരു നടനായിട്ട് തന്നെ എനിക്ക് തോന്നിക്കണേ. ഇതിനകത്ത് പ്രണവിൻ്റെ അഭിനയവും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ശരിക്കും പ്രണവിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ശരിക്കും ഈ പടത്തിൽ ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇന്റർവെൽ വരെ കത്തി നിന്ന്. ഇന്റർവെൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ നിർത്തിയ പോയിന്റ് തന്നെ എൻ്റെ പൊന്നോ, എനിക്ക് രോമാഞ്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ എഴുന്നേറ്റ് ഇന്ന് ഇന്റർവെൽ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ. അവസാനം ക്ലൈമാക്സ് ആയാലും കൊള്ളാം. എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി ഇൻ മലയാളം ഇൻഡസ്ട്രി. ഒരു കൾട്ട് ക്ലാസിക് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാം. അതിനകത്ത് ആകെ കൂടിപ്പോയി ഒരു 6 താഴെയുള്ള ക്യാരക്ടേഴ്സ് ഉള്ളൂ. ഈ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ പടം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേക്കണേ. ഈ ബിൽഡ് ചെയ്ത് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഓരോ പക്ക റിയലിസ്റ്റിക് ആയിട്ട് തന്നെ എടുത്തേക്കണേ. എന്താ പറയാ, ശരിക്കും നല്ല ശരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സാധനം. പക്കെന്ന് വെച്ചാൽ ഇപ്പം മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. കളർ ട്യൂൺ ആയാലും എന്തുമായാലും മേക്കിംഗ്, മ്യൂസിക് എന്ന് വെച്ചാൽ തിയേറ്ററിൽ ഇരുന്ന് കേൾക്കണം മ്യൂസിക്. ആ വെള്ളം വീഴുന്നതിൻ്റെ ആയാലും ആ സറൗണ്ടിങ് എഫക്റ്റൊക്കെ പക്കയായിട്ട് കിട്ടിയിട്ട് അന്തമാതിരി നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കണം. അതിനകത്ത് നല്ല കാലിഗ്രാഫ് കുറച്ചുകൂടി ബെസ്റ്റായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അവസാനത്തെ ഒരു വേറൊരു സിനിമയുടെ ഒരു ഇത് എലമെന്റ് വരുന്നുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു സ്പോയിലറാണ്, പക്ഷെ പറയുന്നില്ല. പോയി കാണുക. ഏറ്റവും ക്ലൈമാക്സിലൂടെ അടുത്ത് വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു സിനിമയുടെ ഒരു യൂണിവേഴ്സിന്റെ വേറെ എടുത്ത് പറയാനുള്ള ജിബിൻ ഗോപിനാഥ് ചെറിയ സീനുകളോടെ മാത്രം സിനിമയിൽ വന്നൊരു പുള്ളിയാണ്. പുള്ളി ശരിക്കും പോലീസുകാരുണ്ട്. പുള്ളിയുടെ അഭിനയം ഇത് വേറെ ലെവലൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല ഒന്നിനും വെച്ചിട്ട് അഭിനയിച്ചേക്കണം. പ്രണവായാലും ജിബിൻ ഗോപിനാഥ് പക്ക റിയലിസ്റ്റിക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചേക്കണം. അടിപൊളി പടം എന്ന് വെച്ചാൽ ഇനി വേറെ ഒന്നുമില്ല. പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക. യു ഗൈസ് ഗോ ആൻഡ് വാച്ച് ദ മൂവി, ദ ബെസ്റ്റ് ഹൊറർ മൂവി ഇൻ മലയാളം മൂവി. സൈനിങ് ഓഫ്, അഭിജിത്ത് ആൻഡ് വിൻഡോ. ഓക്കെ.